ആമേൻ. കർത്താവേ, സ്തോത്രം. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. പക്ഷേ നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി. കർത്താവേ, യെരുശലേം ദേവാലയത്തിൽ മുഴങ്ങിയ അങ്ങയുടെ ഈ ആത്മരോക്ഷത്തിൻ്റെ പ്രതിധ്വനി സുവിശേഷം വായിക്കുന്നവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട്, മുഴങ്ങുന്നുണ്ട്. ദേവാലയത്തിൽ ശബ്ദകോലാഹലങ്ങളായിരുന്നു. നാണയക്കിലുക്കങ്ങൾ, വിലപേശുന്ന ശബ്ദങ്ങൾ, മൃഗങ്ങളുടെ അലമുറകൾ. സാധാരണ കാണാറുള്ളതുപോലെ സൗമ്യഭാവമായിരുന്നില്ല അപ്പോൾ അങ്ങയ്ക്ക്. ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണതയുടെ അഗ്നിയിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന കർത്താവിനെയാണ് അന്ന് അവിടെ കണ്ടത്. മേശകളെ മറിച്ചിടുന്നു, കച്ചവടക്കാരെ പുറത്താക്കുന്നു, ആലയത്തിലെ മ്ലേച്ഛതകൾക്കെതിരായി ഒരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുന്നു. അങ്ങയിൽ ആത്മരോക്ഷമുണ്ടാക്കിയതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. വിശ്വാസികൾക്ക് ദൈവസന്നിധിയിൽ ഉള്ളവും ഉള്ളതും പങ്കിടുവാനും ദൈവത്തെ ആത്മാവിൽ ദർശിക്കുവാനുമായി സമർപ്പിച്ച പുണ്യസ്ഥലമായിരുന്നു യെരുശലേം ദേവാലയം. ദൈവസന്നിധിയിൽ പാപച്ചുമടുകൾ ഇറക്കി വയ്ക്കുവാനും പാപക്ഷമ സ്വീകരിക്കുവാനുമുള്ള കരുണയുടെയും ആരാധനയുടെയും ദേവാലയമായിരുന്നു അത്. ദേവാലയത്തിൻ്റെ ചുമതലക്കാർ അത് വാണിഭശാലയാക്കി. പ്രാർത്ഥനയ്ക്ക് പകരം ആൾക്കൂട്ടത്തിൻ്റെ ആരവം, ഭക്തിക്ക് പകരം വ്യാപാരം, കാരുണ്യത്തിന് പകരം ചൂഷണം. പാവം വിശ്വാസികളെ കൊള്ളയടിക്കുവാൻ നീതിരഹിതമായ നാണയവിനിമയവും അമിത വിലയ്ക്ക് ബലിവസ്തുക്കളായ പക്ഷിമൃഗാദികളുടെ വിൽപ്പനയും പള്ളിപ്രമാണികളുടെ അനുവാദത്തോടെ അവിടെ നടന്നു വന്നു. അത്യുന്നത സ്ഥാനികൾ ഗൂഢാലോചനയുടെയും കരുനീക്കങ്ങളുടെയും തിരക്കിലായിരുന്നു എപ്പോഴും. അതെ, വിശുദ്ധ ആലയം, ആരാധനാലയം കച്ചവട ചന്തയും കള്ളന്മാരുടെ ഒളിവിടവുമായി മാറി. നിങ്ങൾ എൻ്റെ പ്രാർത്ഥനാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു എന്ന് ആത്മരോക്ഷത്തോടെ അങ്ങ് പറഞ്ഞു. നേതൃത്വത്തിൻ്റെ ഹൃദയത്തിൽ പാപം കടന്നു വരുമ്പോൾ നല്ല കാര്യങ്ങൾ പോലും മ്ലേച്ഛപൂർണമാകും. അതിൻ്റെ ഉദാഹരണമായിരുന്നു യെരുശലേം ദേവാലയത്തിലെ ധാർമ്മിക അധഃപതനം. ദൈവം സ്ക്രിപ്റ്റും പ്ലാനുമുണ്ടാക്കി പണിയിപ്പിച്ച ഈ ദേവാലയത്തെക്കുറിച്ച് ദൈവത്തിനുണ്ടായിരുന്ന ഉദ്ദേശം യെശയ്യാ പ്രവചനത്തിൽ വെളിപ്പെടുത്തിയിരുന്നല്ലോ. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. വിശ്വാസികൾക്ക് ദൈവസാന്നിധ്യം അനുഭവിക്കാനുള്ള ദൈവഭവനത്തിൽ സ്ഥാനമോഹികളും ദ്രവ്യാഗ്രഹികളുമായ നേതൃത്വം സ്വാർത്ഥ ലാഭങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കുമായി ദുരുപയോഗപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചയാണ് കർത്താവെ അവിടുന്ന് അവിടെ കണ്ടത്. ഇന്നും ദേവാലയങ്ങളിലെ ധാർമ്മിക പതനങ്ങൾ കണ്ട് അവിടുന്ന് തീർച്ചയായും
അസ്വസ്ഥനാകുന്നുണ്ടാകും. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെയാണ് എന്ന പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ വായിക്കുന്നവർക്ക് ദേവാലയ ശുദ്ധീകരണം ഒരു വിദൂര കഥയല്ല. അത് സ്വന്തം ഹൃദയ ദേവാലയത്തിൻ്റെ ദുരവസ്ഥയുടെ നേർചിത്രമാണ്. കർത്താവേ, രഹസ്യത്തിൽ പിതാവിനോടൊപ്പം ഉള്ളതും സമർപ്പിക്കേണ്ട എൻ്റെ ഹൃദയം അങ്ങയ്ക്ക് തൃപ്തികരമായ ആലയമല്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആരാധനയും പ്രാർത്ഥനയും തിരുവചനധ്യാനവും പ്രഘോഷിക്കേണ്ട എൻ്റെ ഹൃദയ അൾത്താരയിൽ പ്രാധാന്യം മറ്റു പലതിനുമാണ്. ഭക്തിയും സമർപ്പണവും ഉണ്ടായിരിക്കേണ്ടിടത്ത് ലോകത്തിൻ്റെ അജണ്ടകളാണ്, ഭൗതിക കോലാഹലങ്ങളാണ്, മീഡിയയിലെ ആകർഷണങ്ങളാണ്, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, സ്വാർത്ഥത, അഹങ്കാരം, ജഡാഭിലാഷങ്ങൾ. എൻ്റെ അന്തരംഗത്തിലേക്ക് നോക്കി കർത്താവേ, നീ അസ്വസ്ഥനാകുന്നത് ഞാൻ അറിയുന്നു. കർത്താവേ, യെരൂശലേം ദേവാലയത്തിലെ മേശകളെ മറച്ചിട്ട അതേ കൈകൾ കൊണ്ട് അങ്ങയ്ക്ക് എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കുവാൻ കഴിയും. ഹൃദയ ദേവാലയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവിടെ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന ഉയരും. വിഗ്രഹാരാധനയുടെ അലങ്കോലങ്ങൾ നീക്കം ചെയ്യപ്പെടുമ്പോൾ ദിവ്യ സാന്നിധ്യത്താൽ അന്തരംഗം പരിഭൂതമാകും. നഷ്ടപ്പെട്ട പരിശുദ്ധാത്മ ചൈതന്യവും സന്തോഷവുമൊക്കെ തിരികെ ലഭിക്കും. ദൈവമേ, എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞാൻ നടക്കുന്നത് എന്ന് നോക്കണമേ. ശാശ്വത മാർഗത്തിലൂടെ എന്നെ നയിക്കണമേ. അങ്ങയ്ക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എന്നിൽ നിന്നും നീക്കം ചെയ്യണമേ. ദിവ്യ സാന്നിധ്യത്തെ തടസ്സപ്പെടുത്തുന്നവയെല്ലാം പുറത്താക്കണമേ. കർത്താവേ, അവിടുന്ന് പ്രവചിച്ചതുപോലെ 40 വർഷങ്ങൾക്ക് ശേഷം യെരൂശലേം ദേവാലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെട്ടു. അതുപോലെ ഞങ്ങളാകുന്ന മനുഷ്യാലയങ്ങൾക്കും ഞങ്ങൾ പണിത ദേവാലയങ്ങൾക്കും വലിയ അനർത്ഥങ്ങൾ സംഭവിക്കാതിരിക്കാൻ അവിടുന്ന് ദേവാലയ ശുദ്ധീകരണം നടത്തണമേ. ലോകത്തിലെ എല്ലാ ദേവാലയങ്ങളെയും വിശുദ്ധീകരിക്കണമേ. മറച്ചിടേണ്ടവയെ മറച്ചിടണമേ. നീക്കം ചെയ്യേണ്ടവയെല്ലാം നീക്കം ചെയ്യണമേ. മനുഷ്യൻ അലങ്കോലമാക്കിയതെല്ലാം പുനഃസ്ഥാപിക്കണമേ. പിതാവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന ആലയങ്ങളെ ഉയർത്തണമേ. പിതാവിൻ്റെ രാജ്യവും നീതിയും മഹത്വവും എല്ലാ ദേവാലയങ്ങളിലും വാഴണമേ. വിശുദ്ധ സ്ഥലത്തെ പാപമ്ലേച്ഛതകളെയും ഇടർച്ചകളെയും കലഹങ്ങളെയും നീക്കം ചെയ്യണമേ. എല്ലാ ആലയങ്ങളിലും അങ്ങയുടെ വിശുദ്ധിയും മഹത്വവും കൊണ്ട് നിറയണമേ.
ആമേൻ. കർത്താവേ സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ ദേവാലയ ശുദ്ധീകരണം നമ്മുടെ ആത്മാവിശുദ്ധീകരണത്തിനുള്ള പ്രേരണയും സമർപ്പണവും ഉണ്ടാക്കാൻ ഇടയാകട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.